പാലത്തായി കേസിലെ വിധി കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ടി.കെ. രത്നകുമാർ തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയെന്ന ഗുരുതരമായ ആരോപണവും കെ രഞ്ജിത്ത് ഉന്നയിച്ചു. അധ്യാപകന്റെ നീതിക്ക് വേണ്ടി മേൽക്കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാലത്തായി കേസിൽ നിരപരാധിയായ അധ്യാപകനാണ് ശിക്ഷ ലഭിച്ചതെന്ന വിവരങ്ങൾക്കിടെയാണ് കേസന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ അടക്കം ശക്തമായ വിമർശനമുയർത്തി ബി.ജെ.പി. രംഗത്തെത്തിയത്. രാഷ്ട്രീയമായി ബി.ജെ.പിയെ കരിവാരിത്തേക്കാൻ കെട്ടിച്ചമച്ച കേസാണിതെന്ന് സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ആരോപിച്ചു. CPM, SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിൽ. കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു വിധിയെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റായ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ബി.ജെ.പിയെ കരിവാരിത്തേക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയപരമായി RSSനെയും ബി.ജെ.പിയെയും കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായി കണ്ണൂർ ജില്ലയിൽ ശാരീരികമായി ഒരുപാട് അക്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. മറിച്ച് മറുഭാഗത്ത് ഈ ഇല്ലാത്ത തെറ്റായ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് RSSനെയും ബി.ജെ.പിയെയും കരിവാരിത്തേക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരുപാട് നടക്കും. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടി കുറെ കാലങ്ങളായി നമ്മുടെ ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേസിൽ ഞാൻ പറഞ്ഞില്ലേ 3 അന്വേഷണ ഏജൻസികൾ, കാരണം ഒരു IGF ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് അതിൽ കഴമ്പില്ലാന്ന് കണ്ട കേസ് 3-4 മാസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ടി.കെ. രത്നകുമാറിന് അവിടെ തെളിവ് കിട്ടുന്നത്? അപ്പം കൃത്യമായ തെളിവുകൾ സംഘടിപ്പിച്ച് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ എല്ലാ തെളിവുകളെയും അട്ടിമറിച്ചിട്ടാണ് ഈ കേസിൽ അധ്യാപകനെ ശിക്ഷിക്കുന്നതിന് അനുകൂലമായ തെളിവുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ അധ്യാപകന് കോടതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. സാധാരണ ഒരു അന്വേഷണ സംഘം മാറി മറ്റൊന്ന് വരുമ്പോൾ ഉയർന്ന സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥനാണ് വരിക. എന്നാൽ ഇവിടെ മറ്റൊന്നാണ് സംഭവിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി.കെ. രത്നകുമാർ അന്വേഷണം അട്ടിമറിച്ചു. ടി.കെ. രത്നകുമാർ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സംഭവങ്ങളാണ് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ രാഷ്ട്രീയമുള്ള ഒരാളാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിനു മുമ്പ് നടത്തിയ പല കേസിന്റെയും അന്വേഷണത്തിൽ ഈ രാഷ്ട്രീയപരമായുള്ള ചേരിതിരിവ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അധ്യാപകന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മേൽക്കോടതിയെ സമീപിക്കുമെന്നും കെ രഞ്ജിത്ത് വ്യക്തമാക്കി. ജനം, കണ്ണൂർ.